കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ചിൽഡ്രൻസ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫെയ്ത്ത്ഫുൾ ജനറേഷൻ എന്ന പ്രോഗ്രാമിന്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് നയിക്കുന്നത് റവറാൻഡ് ഫാദർ ബിബിൻ ബേബി തിരുനെല്ലമാണ്. വിശ്വാസത്തിൽ വളരുന്ന മനസ്സ്, കുട്ടികളുടെ മാനസികാരോഗ്യം, മാതാപിതാക്കളുടെ പങ്ക് എന്നതാണ് വിഷയം. അച്ഛൻ മലങ്കര സുറിയാനി ഗ്രാനാധിപത്രാസനത്തിലെ വൈദികനും KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂരിൽ ബിഹേവിയർ സയൻസ് ആൻഡ് ഡി അഡിക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ മെന്റൽ ഹെൽത്ത് കൗൺസിലറായും ട്രയൂൺ മൈൻഡ് കെയറിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ചിൽഡ്രൻസ് കമ്മീഷൻ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഫെയ്ത്ത്ഫുൾ ജനറേഷൻ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തിൽ വളരുന്ന മനസ്സ്, കുട്ടികളുടെ മാനസിക ആരോഗ്യവും മാതാപിതാക്കളുടെ പങ്കും, ഫെയ്ത്ത്ഫുൾ ജനറേഷൻ, ഗ്രോയിങ് മൈൻഡ്സ് ഇൻ ഫെയ്ത്ത്, ചിൽഡ്രൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് ദ റോൾ ഓഫ് പേരൻസ്. ഈ വിഷയമാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഓരോ കുട്ടിയുടെ ഉള്ളിലും ഒരു വിശുദ്ധ വിത്ത് നട്ടിട്ടുണ്ട്. ആ വിത്ത് സ്നേഹത്തിലും വിശ്വാസത്തിന്റെ അനുഭവത്തിലും വളർന്നു വരുമ്പോൾ അത് ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെ തന്നെ രൂപപ്പെടുത്തുന്നുണ്ട്. ആ കുഞ്ഞു മനസ്സുകൾ വിശ്വാസത്തിലും സ്നേഹത്തിലും സമ്പൂർണ്ണ സുരക്ഷിതത്വത്തിലും വളരുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തിന്റെ ഭാവി പ്രകാശമയമായി തീരുകയുള്ളൂ. ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്, സദൃശ്യവാക്യങ്ങൾ 22:6, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇത് ഒരു മതപാഠം മാത്രമല്ല, മറിച്ച് ഇതൊരു മനസ്സിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള വചനഭാഗം കൂടിയാണ്. ഫോർമേഷൻ ഓഫ് മൈൻഡ്, മനസ്സിന്റെ രൂപീകരണത്തിന്റെ കുറിച്ചുള്ള ഒരു ആത്മീയ സത്യം കൂടിയാണ്. ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികൾ വളരുന്ന ചുറ്റുപാടിനെ ഒന്ന് പരിശോധിച്ചാൽ അവരുടെ ഇടയിൽ അക്കാഡമിക് പ്രഷർ ഉണ്ട്, ഡിജിറ്റൽ ഡിപ്പെൻഡൻസി അഥവാ അഡിക്ഷൻ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കണ്ടുവരുന്നു, വീക്കനിങ് ഫാമിലി റിലേഷൻഷിപ്പ് ഓർ ഡിക്ലൈനിങ് ഫാമിലി ബോൺസ്, മെന്റൽ സ്ട്രെസ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ചുറ്റുപാടുകളിൽ ഉള്ള പ്രശ്നങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തെയും മനസ്സിനെയും വളരെയേറെ സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, കുട്ടികളുടെ മനസ്സ് ദൈവത്തിന്റെ വിശുദ്ധ നിക്ഷേപമാണ്. ദ മൈൻഡ് ഓഫ് എ ചൈൽഡ് എ സേക്രഡ് ട്രസ്റ്റ് ഫ്രം ഗോഡ്. യേശുക്രിസ്തു കുട്ടികളെ കുറിച്ച് വളരെ ഗൗരവകരമായ രീതിയിലാണ് പരാമർശിച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവൻ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം. യേശുക്രിസ്തു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും മാത്രമല്ല ചെയ്തത്, മറിച്ച് അവരുടെ മനസ്സിന്റെ വിശുദ്ധിയെ അംഗീകരിക്കുകയും അതിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്തു എന്ന് വേണം നമുക്കതിനെ മനസ്സിലാക്കുവാൻ. മനഃശാസ്ത്രപരമായി ഈ കാര്യങ്ങളെ പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് പ്രധാനമായും ഫാമിലി റിലേഷൻഷിപ്പ്, കുടുംബ ബന്ധങ്ങൾ, രണ്ടാമതായി ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് ഓഫ് പേരൻസ്, മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയും സമീപനം, ആ കുട്ടിയോടുള്ള സമീപനം, മൂന്നാമതായി എ സെൻസ് ഓഫ് സെക്യൂരിറ്റി, അവരുടെ സുരക്ഷിതത്വത്തിന്റെ ഒരു അനുഭവം, അവസാനമായി എന്നാൽ വളരെ പ്രാധാന്യത്തോടെ എ ഫെയ്ത്ത് സെന്റേർഡ് എൻവയോൺമെന്റ്, വിശ്വാസപരമായ അന്തരീക്ഷം. നമുക്ക് മനുഷ്യന് അടിസ്ഥാന ആവശ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായ ചില മാനസിക ആവശ്യങ്ങളുണ്ട്. അത് 3 തരത്തിൽ നമുക്ക് 3 അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന്, മാനസിക ആവശ്യങ്ങൾ എന്ന് അതിനെ വിശേഷിപ്പിക്കാം. ഒന്ന് സ്നേഹം, ലവ്, രണ്ടാമത് സുരക്ഷിതത്വം, സെക്യൂരിറ്റി, മൂന്നാമത് സ്വീകാര്യത. ഒരു കുട്ടിയുടെ മനസ്സ് ആരോഗ്യകരമായി വളരുവാൻ, സമൂഹത്തിന്റെ നന്മയെ പ്രതി വിശ്വാസത്തിൽ അടിയുറച്ചു വളരുവാൻ
3 അടിസ്ഥാന മാനസിക ആവശ്യങ്ങൾ അനിവാര്യമാണ്. ഒന്നാമതായി ലവ്, അൺകണ്ടീഷണൽ ലവ്, നിബന്ധനകളില്ലാത്ത ഉപാധികളില്ലാത്ത സ്നേഹം എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കുവാൻ. കാൾ റോജേഴ്സ് എന്ന മനഃശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായ ഘടകം എന്ന് പറഞ്ഞത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നാണ്. എന്താണത്? ഒരു കുട്ടിയെ അവന്റെ തെറ്റുകൾ ഉണ്ടായാലും, അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടായാലും, വിജയമോ പരാജയമോ എന്തൊക്കെ ഉണ്ടായാലും ആ കുട്ടിയെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഒരു ഉപാധികളുമില്ലാതെ സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് കാൾ റോജർ വിശദീകരിക്കുന്ന അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. കാൾ റോജർ പറയുന്നുണ്ട്, ദ ക്യൂരിയസ് പാരഡോക്സ് ഈസ് ദാറ്റ് വെൻ ഐ അക്സെപ്റ്റ് മൈസെൽഫ് ജസ്റ്റ് ആസ് ഐ ആം then I can change. ഒരു ചെറിയ കുട്ടി സ്വീകരിക്കപ്പെടുന്നു എന്ന് അനുഭവിക്കുമ്പോൾ, അത് അവൻ അനുഭവവേദ്യമാകുമ്പോൾ ആ കുട്ടി കൂടുതൽ ആരോഗ്യത്തോടെ, വ്യക്തമായി പറഞ്ഞാൽ മാനസിക ആരോഗ്യത്തോടുകൂടെ വളരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എറിക്സൺ തന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിൽ പറയുന്നത്, ജീവിതത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ കുട്ടികൾ അവർ വളരേണ്ടുന്നത് ഒരു ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഇതിൽ ഉള്ളതായ വിവേകത്തോടും അതിൽ ഒരു തിരിച്ചറിവോടും കൂടിയാണ്. മാതാപിതാക്കളുടെ സ്നേഹവും പരിചരണവും ലഭിക്കുമ്പോൾ ഒരു കുട്ടി ലോകത്തെ വിശ്വാസത്തോടെ കാണാൻ തുടങ്ങും. മാതാപിതാക്കളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന വിശ്വാസത്തിന്റെ തുടർച്ച, ആ സെക്യൂരിറ്റിയാണ് ഇതിലേക്ക് പകരുന്നത്. എറിക്സൺ പറയുന്നുണ്ട്, ഹോപ്പ് ഈസ് ദ ഏർലിയസ്റ്റ് വെർച്യൂ ഡെവലപ്പ് ഇൻ ലൈഫ്. അത് മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുക. സെയിന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന പിതാവ് his homily on Ephesians 20 ഇവിടെ പറയുന്നുണ്ട്, make a home a church. Here the parents acts as a spiritual head. They participate in mutual sanctification. The family gathers in prayers and scriptures. Then the household becomes a little church. ഗാർഹിക സഭ എന്ന ആശയമാണ് പറയുക. കുഞ്ഞുങ്ങളുടെ മാനസികവും ബൗദ്ധികവും ആത്മീയവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് കുടുംബത്തിന് വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. ഒരിക്കൽ ശോഭാ കോശി IPS ഒരു ഇന്റർനാഷണൽ സെമിനാറിൽ പങ്കുവെച്ച ആശയം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിയമത്തിന് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവന്റെ വളർച്ചയിൽ ഇടപെടുവാൻ കഴിയുന്നതിൽ കൂടുതൽ വിശ്വാസത്തിന്, ആത്മീയ അനുഭവങ്ങൾക്ക് സാധിക്കും എന്ന് വ്യക്തമായി പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. അതേ സദസ്സിൽ തന്നെ വേറൊരു മഹൽ വ്യക്തി പങ്കുവെച്ച ആശയം ഇപ്രകാരമാണ്. കുട്ടികളെ പറ്റി ഉള്ളതായ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇവിടെ പങ്കുവെച്ചത് ഇപ്രകാരമാണ്: our children, they are not useless but used less. They are not careless but cared less. നമുക്ക് ഈ ബോധ്യങ്ങൾ കൃത്യമായി ഉണ്ടാകണം. ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഉപാധികളില്ലാത്ത അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഒരു കുട്ടിയുടെ വളർച്ചയുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാമതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, as father has compassion for his children, so the Lord has compassion for those who fear him. Psalms 103:13. മാതാപിതാക്കളുടെ സ്നേഹം കുട്ടിക്ക് ദൈവസ്നേഹത്തിന്റെ ആദ്യ പ്രതിഫലനമാണ്. രണ്ടാമത്തെ പ്രധാന അടിസ്ഥാന മെന്റൽ നീഡ്, മാനസിക അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റി, ഇമോഷണൽ സെക്യൂരിറ്റിയാണ്, മാനസികമായ സുരക്ഷ. കുട്ടികളുടെ സുരക്ഷയും ബന്ധവും സംബന്ധിച്ച ഏറ്റവും പ്രശസ്തമായ ഒരു തിയറി അറ്റാച്ച്മെന്റ് തിയറിയാണ്. ഇത് അവതരിപ്പിച്ചത് ജോൺ ബൗൾബിയാണ്. ബൗൾബി പറയുന്നുണ്ട്, ഒരു കുട്ടിക്ക് മാതാപിതാക്കളുമായി സുരക്ഷിതമായ ഒരു ബന്ധം, സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആ കുട്ടി
ആത്മവിശ്വാസത്തോടെ വളരും, ബന്ധങ്ങൾ ആരോഗ്യകരമായിരിക്കും. മൂന്നാമത്, സമ്മർദ്ദങ്ങളെ, ഏതു തരത്തിലുള്ളതായ സമ്മർദ്ദങ്ങളെയും നേരിടുവാനും അതിജീവിക്കുവാനും സാധിക്കും. ഓൾബി പറഞ്ഞ പ്രശസ്തമായ വാക്യപ്രകാരമാണ്, വാട്ട് കനോട്ട് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മദർ കനോട്ട് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സെൽഫ്. ഒരു കുട്ടിക്ക് തന്റെ അനുഭവങ്ങൾ മാതാപിതാക്കളോട് തുറന്നു പറയാൻ കഴിയണം. മേരി ഐൻസ്വർത്ത് നടത്തിയ സ്ട്രെയിൻ സിറ്റുവേഷൻ എക്സ്പെരിമെന്റ് അത് തെളിയിച്ചതും ഈ കാര്യം തന്നെയാണ്. സമയത്തിന്റെ പരിമിതി മൂലം എക്സ്പെരിമെന്റിനെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ, വളരെ കൃത്യമായ നല്ല ബന്ധം മാതാപിതാക്കളുമായി കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാണ്, കൂടുതൽ സാമൂഹികമായവരാണ്, സാമൂഹിക ഇടപെടലുകളുള്ളവരാണ്, സോഷ്യലൈസ് ചെയ്യുന്നവരാണ്, മാനസികമായി കൂടുതൽ സ്ഥിരതയുള്ളവരാണ്. സെക്യൂരിറ്റി അഥവാ സുരക്ഷ ഭയമില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. ഒരു കുട്ടിക്ക് അവന്റെ മാനസികമായ ഒരു വളർച്ച സാധ്യമാകാൻ ഈ സുരക്ഷ, ഈ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടിക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടാകും, എന്റെ കുടുംബം എന്നെ സംരക്ഷിക്കും. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കത് എന്റെ വീട്ടിൽ ചെന്ന് എന്റെ പേരൻസിനോട് പങ്കുവെക്കാൻ സാധിക്കും. എനിക്ക് അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിശ്വാസ അനുഭവമാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുത്തണം. മറ്റൊന്ന്, സുരക്ഷ ഉണ്ടാകുക എന്നത് പ്രധാനമായും അത് നല്ല ബോധ്യങ്ങളുള്ള സ്ഥിരതയുള്ള കുടുംബ ബന്ധങ്ങളിൽ നിന്നാണ്. മാതാപിതാക്കളുടെ സ്നേഹപരമായ കർശനത്താൽ മാത്രമുള്ളതല്ല, സ്നേഹമസൃണമായ നിയന്ത്രണങ്ങളിൽ നിന്നും കരുതലിൽ നിന്നുമാണ് കുഞ്ഞുങ്ങൾക്ക് ഈ സുരക്ഷിതത്വം അനുഭവവേദ്യമാകുന്നത്. വീട്ടിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ചയ്ക്ക് സുരക്ഷിതത്വം നൽകുന്ന ഭവനങ്ങളാണോ? വീട്ടിൽ എല്ലായ്പ്പോഴും കലഹങ്ങളുടെ വേദിയായി മാറുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഭയത്തിന് കാരണമായി നമ്മുടെ ഭവനങ്ങൾ മാറ്റപ്പെടുന്നുണ്ടോ? എപ്പോഴും കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുവാനും ഒറ്റപ്പെടുത്തുവാനും മാറ്റി നിർത്തുവാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട വില നൽകാത്ത ഇടങ്ങളുമാണോ എന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം. ഇത്തരത്തിൽ കലഹങ്ങൾ നിറഞ്ഞ ഒരു ഭവനമാണെങ്കിൽ കുട്ടിയുടെ മനസ്സ് ആങ്സൈറ്റിയും ഫിയറും കൊണ്ട് നിറഞ്ഞതാണ്. ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥമാകുന്ന ജീവിതമായി ആ കുഞ്ഞിന്റെ ഭാവി മാറ്റപ്പെടാൻ കുടുംബം തന്നെ കാരണമായി തീരും. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, കർത്താവ് എന്റെ ശരണവും കോട്ടയുമാകും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ സാധിക്കണം, എന്റെ കുടുംബം എന്റെ സംരക്ഷണത്തിന്, എന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും നല്ല ഇടമായ അനുഗ്രഹം നൽകുന്ന കോട്ടയാണ്, ബലമാണ്. മൂന്നാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അടിസ്ഥാന ആവശ്യം, കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ചയെ സഹായിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. സെൽഫ് വർത്ത് ആൻഡ് ഐഡന്റിറ്റി, സ്വീകരിക്കപ്പെടുകയും ആത്മമൂല്യം, അവന് തന്നെ കോൺഫിഡൻസ് ഉണ്ടാകുന്ന, സ്വയം വില തോന്നുന്ന അനുഭവങ്ങളും ഉള്ള ഒരു സ്ഥലമായി ഭവനങ്ങൾ മാറ്റപ്പെടണം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച മനഃശാസ്ത്രജ്ഞൻ ഏബ്രഹാം മാസ്ലോ ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഹൈറാർക്കി ഓഫ് നീഡ്സ് അതിൽ രണ്ട് പ്രധാന മാനസിക ആവശ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ബിലോങ്ങിങ്നെസ്, രണ്ട് എസ്റ്റീം. ബിലോങ്ങിങ്നെസ് എന്ന് പറയുക അംഗീകരിക്കപ്പെടുക എന്ന ഒരു അർത്ഥത്തിൽ കൂടിയാണ്. എസ്റ്റീം ആത്മമൂല്യമാണ്, ഒരു കോൺഫിഡൻസിന്റെ അല്ല. മാസ്ലോ പറയുകയാണ്, വാട്ട് എ മാൻ ക്യാൻ ബി ഹി മസ്റ്റ് ബി. ഒരു വ്യക്തിക്ക് കഴിവുകൾ വളരാൻ അവൻ അംഗീകരിക്കപ്പെടണം. അവന്റെ കഴിവുകൾ ഇന്നതാണ് എന്ന് അംഗീകരിക്കപ്പെടുവാൻ കഴിയണം. അത് അംഗീകരിക്കപ്പെടണം. കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ആത്മമൂല്യം, അവരുടെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസിനെ അത് കാര്യമായി ബാധിക്കുകയും അവരുടെ സ്വയം മൂല്യം അത് ക്ഷയിക്കുവാനും കാരണമായി തീരാറുണ്ട്. കുട്ടികളുടെ ബൗദ്ധിക വളർച്ചയെ കുറിച്ച് മനഃശാസ്ത്രത്തിൽ പഠിക്കുമ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ചിൽഡ്രൻ ആർ നോട്ട് മിനിയേച്ചർ അഡൽട്സ്. കുട്ടികൾക്ക് അവരെ വ്യത്യസ്തമായി ചിന്തിക്കുകയും പഠിക്കുകയും വളരുകയും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ കുട്ടിയെയും ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ വ്യക്തിത്വത്തിൽ തന്നെ
accept the person as it is and where he or she is. ഏത് സാഹചര്യത്തിലാണോ ഏത് തരത്തിലാണോ പെരുമാറുക, ഇടപെടുക, അവരുടെ കഴിവുകൾ എന്തൊക്കെയാണോ അതിനെ ആ പൂർണ്ണാർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുവാൻ സാധ്യത ഉള്ള ഒരു ഭവനം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച കോൺഫിഡൻസ് നൽകുന്ന ഭവനങ്ങളായി മാറ്റപ്പെടും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, നാം ദൈവത്തിന്റെ കൈപ്പണിയാണ്. ഓരോ കുട്ടിയും ദൈവത്തിന്റെ അതുല്യ സൃഷ്ടിയാണ്. കുട്ടികൾക്ക് വീട്ടിൽ ലഭിക്കേണ്ടത് സ്നേഹമുള്ള ഹൃദയം, സുരക്ഷിതത്വമുള്ള ബന്ധങ്ങൾ, സ്വീകരിക്കുന്ന കുടുംബ അംഗങ്ങൾ. ഈ 3 കാര്യങ്ങൾ എപ്പോൾ ലഭ്യമാകുമോ അപ്പോൾ മാത്രമേ അവർ KCC ചിൽഡ്രൻസ് കമ്മീഷൻ ആഗ്രഹിക്കുന്ന ഫെയ്ത്ത്ഫുൾ ജനറേഷനായി മാറ്റപ്പെടുകയുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സ് ആരോഗ്യകരമായും വിശ്വാസത്തിൽ ഉറച്ചതുമായും നിലനിൽക്കുവാനും അവർക്ക് വളരുവാനും സാധിക്കും. 3-ാമതായി, ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ മാനസിക വെല്ലുവിളികൾ എന്താണെന്നും കൂടെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. കൗൺസിലിംഗ് സെഷനുകളിൽ നേരിട്ട് കണ്ട ഒരു അനുഭവമാണ്. ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവനെയും കൊണ്ട് കൗൺസിലിങ്ങിനായിട്ട് വന്നിരുന്നു. വളരെ ശാന്തനായ ഒരു കുട്ടി. അവൻ സംസാരിക്കാൻ തന്നെ മടിക്കുന്നു, ഓപ്പൺ അപ്പ് ആവുന്നില്ല. ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പോലും ഒത്തിരിയേറെ, ഒരു നല്ല ബന്ധം സൃഷ്ടിക്കുവാൻ വരെ വളരെയേറെ സമയം എടുക്കുകയൊക്കെ ചെയ്തു. അല്ല, കുറച്ചു സമയം കഴിഞ്ഞ് അവൻ പറഞ്ഞ ഒരു വാക്ക് വളരെ ഹൃദയസ്പർശിയായിരുന്നു. അച്ഛനും അമ്മയും എന്നോട് എപ്പോഴും ചോദിക്കുന്നത് ഒരു കാര്യമാണ്, എത്ര മാർക്ക് കിട്ടി. പിന്നെ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ഞാൻ ഏതെങ്കിലും തരത്തിൽ വിഷമിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനോ, അങ്ങനെ ഒരു തരത്തിലുള്ളതായ എൻ്റെ ഒരു പ്രകടനം ഉണ്ടായാൽ അതെന്താണെന്ന് അന്വേഷിക്കുവാനോ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്നും ആരും തയ്യാറാകുന്നില്ല. ഇവിടെ പ്രശ്നം പഠനമല്ല. തിരിച്ചറിയേണ്ട കാര്യം, ഇവിടെ പ്രശ്നം ആ കുട്ടിയുടെ പഠനമല്ല, പ്രശ്നം ബന്ധത്തിന്റെ അഭാവമാണ്, ബന്ധങ്ങളുടെ അഭാവമാണ്. കുട്ടി ആവശ്യപ്പെടുന്നതും ഇൻഡയറക്ട്ലി അതാണ്. വേറൊരു സംഭവം, ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾ 2 പേരും ജോലി ചെയ്യുകയാണ്. ആ ഭവനത്തിൽ കുഞ്ഞിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, സ്വന്തം മുറിയുണ്ട്, മൊബൈൽ ഫോൺ ഡിവൈസസ് ഒക്കെ ഉണ്ട്. ഏറ്റവും മികച്ച ഒരു സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ അവൻ കൂടുതൽ സമയം ചെലവിടുന്നത് മൊബൈൽ ഗെയിമിംഗ്, ഓൺലൈനുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കാര്യങ്ങളുമാണ്. ഒരു ദിവസം അവന്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴും ഫോൺ നോക്കിയിരിക്കുമല്ലേ, എന്തുകൊണ്ടാണിത്? പഠിക്കാനൊന്നും തയ്യാറാകുന്നില്ല, ആരോടും സോഷ്യലൈസ് ചെയ്യുന്നില്ല, എന്താണ്? കുട്ടി പറഞ്ഞ മറുപടി, നമ്മളോടാണ് ആ കുട്ടി മറുപടി പറഞ്ഞത്, ഫോൺ എങ്കിലും എനിക്ക് സമയം തരുന്നു. എനിക്ക് സ്പേസ് കിട്ടുന്നത് ഫോണിന് മുൻപിലാണ്. എനിക്ക് ആശയങ്ങൾ പങ്കുവെക്കുവാൻ സാധ്യമാകുന്നത്, എന്റെ പ്രശ്നങ്ങൾ പങ്കുവെക്കുവാൻ സാധിക്കുന്നത് ഫോണിന് മുൻപിൽ മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ കൗൺസിലിംഗ് അനുഭവങ്ങളിൽ, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ കാണുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഒന്ന് അക്കാദമിക് പ്രഷർ. കേരളത്തിൽ പല കുട്ടികളും അവർക്ക് ഭയം, ഇറാഷണൽ ഫിയർ, ആങ്സൈറ്റി, ആശങ്ക, പരാജയഭീതി, അതായത് ഫിയർ ഓഫ് ഫെയിലർ, പരാജയപ്പെടുമോ എന്നുള്ള ഭയം. ഇങ്ങനെയുള്ള ഭയത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അല്ല എങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ, ചില മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവ കുട്ടികളുടെ ശ്രദ്ധ, അവരുടെ ബന്ധങ്ങൾ, മാനസിക സമാധാനം ഇതിനെല്ലാം ബാധിക്കുന്നു. 3-ാമതായി ഇമോഷണൽ നിഗ്ലക്ട്. പല കുട്ടികൾക്കും പല കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. എല്ലാ ബ്രാൻഡഡ് വസ്തുവകകളും ഗാഡ്ജറ്റ്സും എല്ലാം അവന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. അവൻ ആഗ്രഹിക്കുന്ന നിമിഷം അവന് ഗിഫ്റ്റായി ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പലപ്പോഴും അവർക്ക് ലഭിക്കാത്തത് അവരെ ശ്രദ്ധിക്കുവാനും കേൾക്കുവാനും ആരുമില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. കുട്ടികളുടെ ഹൃദയം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്നെ ആരെങ്കിലും കേൾക്കാനുണ്ടോ? നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെയൊക്കെ ലക്ഷ്യമാക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുമായ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഒരു ആത്മീയവും കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യം ലക്ഷ്യമാക്കിയുള്ള ഉത്തരവാദിത്വം ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതിൽ തന്നെ കാണാൻ സാധിക്കും. എഫേസ്യർ 6-ാം അധ്യായം 4-ാം വാക്യം, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്, പകരം കർത്താവിന്റെ ഉപദേശത്തിലും ശിക്ഷണത്തിലും വളർത്തുക.
മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്തങ്ങൾ: ഒന്ന്, ഇമോഷണൽ പ്രസൻസ്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ സ്നേഹം. ദിവസത്തിൽ 15 മിനിറ്റെങ്കിലും കുട്ടിയോടൊപ്പം സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ വളരെയധികം ശക്തിപ്പെടുത്തുമെന്ന കാര്യം ഞങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. രണ്ടാമത്, ഫെയ്ത്ത് ഫോർമേഷൻ. കുട്ടികൾ വിശ്വാസം പഠിക്കുന്നത് ഒരിക്കലും വാക്കുകളിൽ നിന്നോ ആരാധനയിൽ സംബന്ധിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതിൽ നിന്നോ മാത്രം അല്ല, മറിച്ച് മാതൃകകളിൽ നിന്നാണ്. പ്രാക്ടീസിങ് ഫെയ്ത്ത് ആണ് കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുവാൻ സാധ്യമാക്കുന്നത്. മറ്റ് പ്രാർത്ഥനകളെ, ആരാധനാ കാര്യങ്ങൾ, അതാത് സഭാവിഭാഗങ്ങളിൽ നിർവഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രാക്ടീസിങ് ഫെയ്ത്ത് കുഞ്ഞുങ്ങളെ നല്ല വിശ്വാസികളായി നിലനിർത്തുവാനും മുൻപോട്ട് കൊണ്ടുപോകുവാനും പ്രാപ്തരാക്കുന്നു. മൂന്നാമതായി, സേഫ് കമ്മ്യൂണിക്കേഷൻ. കുഞ്ഞുങ്ങൾക്ക് ഭയമില്ലാതെ അവരുടെ വിഷമങ്ങൾ, തെറ്റുകൾ, അവരുടെ സംശയങ്ങൾ മാതാപിതാക്കളോട് പങ്കുവെക്കുമ്പോൾ അത് പങ്കുവെക്കുവാനും പങ്കുവെക്കപ്പെടുമ്പോൾ ജഡ്ജ് ചെയ്യാതെ, അതിനെ മുൻവിധികളോടുകൂടെ കാണാതെ കേൾക്കുകയും അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയണം. ഞാൻ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ വിശ്വാസം കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് ആത്മീയ ശക്തി പകരും എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കുട്ടികളുടെ മനസ്സിൽ വളർന്നാൽ അവർ ഭയത്തെ ജയിക്കും, സമ്മർദ്ദങ്ങളെ അതിജീവിക്കും, ജീവിതത്തിൽ സ്ഥിരത നേടുകയും ചെയ്യും. ഒരു ഫെയ്ത്ത്ഫുൾ ജനറേഷൻ രൂപപ്പെടുവാൻ കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിന്റെ ചിൽഡ്രൻസ് കമ്മീഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു ഫെയ്ത്ത്ഫുൾ ജനറേഷൻ രൂപപ്പെടുവാൻ നമുക്ക് വിശ്വാസമുള്ള കുടുംബങ്ങൾ വേണം, സ്നേഹമുള്ള മാതാപിതാക്കൾ വേണം, മാനസിക ആരോഗ്യമുള്ള കുട്ടികൾ വേണം. കുട്ടികളെ വളർത്തുന്നത് തന്നെ ഈ ഒരു വലിയ ദൈവിക ദൗത്യത്തിൽ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവിൽ നമുക്ക് മുൻപോട്ട് പോകാൻ ഇടയാകണം. കുട്ടികൾക്ക് നിങ്ങൾ 3 സമ്മാനങ്ങൾ ഈ ദിവസങ്ങളിൽ കൊടുക്കുക. 1, സ്നേഹം. 2, സുരക്ഷിതത്വം. 3, സ്വീകാര്യത. അവർ അപ്രകാരം മാനസികമായി ആരോഗ്യമുള്ളവരായി, ആത്മീയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായി, സമൂഹത്തിന് അനുഗ്രഹകരമായ തലമുറകളായി മാറ്റപ്പെടും. കുട്ടികൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം കൂടുതൽ പണമല്ല, കൂടുതൽ സൗകര്യങ്ങളുമല്ല. നിങ്ങൾ അവർക്ക് അത് കൊടുക്കുന്നുണ്ട് എന്നറിയാം. അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് സ്നേഹിക്കുന്ന ഹൃദയം, സുരക്ഷിതത്വമുള്ള ബന്ധം, സ്വീകരിക്കുന്ന കുടുംബങ്ങൾ. നമ്മുടെ പുതിയ ഒരു ഫെയ്ത്ത്ഫുൾ ജനറേഷൻ രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം ഓർക്കണം, കുട്ടികളെ വളർത്തുക എന്നത് സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, അത് ദൈവം നമ്മെ ഏൽപ്പിച്ച വിശുദ്ധ ദൗത്യം ആണ്. കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് ചിൽഡ്രൻസ് കമ്മീഷന്റെ ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകം പ്രകീർത്തിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാനസിക ആരോഗ്യത്തോടുകൂടി വിശ്വാസത്തിൽ അടിയുറച്ചും മുൻപോട്ട് പോകുവാൻ ഈ സെഷൻസ് മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചിൽഡ്രൻസ് കമ്മീഷന്റെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.